വിശ്വസിക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു ഇമാജിനേഷൻ വേൾഡ്. എനിക്ക് നല്ലോണം ചെറുതായിട്ട് എനിക്ക് അപ്പോഴേ വന്ന് പോയതാക്കി. അപ്പം പോയെങ്കിൽ ലൈക്ക് ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല. ലൈക്ക് എൻ്റെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരാളാണ്. ലൈക്ക് എന്താ പറയുക, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ലൈഫിലേക്ക് കയറുന്ന ഒരാളാണ്. ലൈക്ക് എന്നെ ഒരുപാട് ചേഞ്ച് ആക്കി. അതുപോലെ തന്നെ നീയും എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. ചില നസീബ് എന്ന് പറയില്ലേ, അതാണ് എനിക്ക് അൽഹംദുലില്ലാ. അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്, വേറെ ഒന്നുമില്ല. ആള് നേരെ പറഞ്ഞു അത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് സംസാരിക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ടേൺ ടു അൽഹംദുലില്ലാ. അത്രേ പറയാനുള്ളൂ. പിന്നെ എന്തോ പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് ഇതാ ആളെന്റെ വൈഫായിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ചപ്പൂന്ന് വിളിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഏറ്റവും ഒടുവത്തെ കുട്ടിയാണ്. ഭയങ്കര പാമ്പറിങ് ആണ്. അവളുടെ കാര്യം ഓരോന്ന് ഈച്ചിന് എവറി തിങ്ങും അവള് പ്രീപ്ലാൻഡ് ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അത്ര മെഹന്തിയിൽ ചെറിയ ലൈൻസ് അടക്കം അവൾക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വേണം. ക്യാരക്ടർ ഫുൾ ആൺകുട്ടിയാണ്. അപ്പോൾ അവളുടെ നടത്തം ആയിക്കോട്ടെ, അവളുടെ സംസാരിക്കണം ആയിക്കോട്ടെ, ഭയങ്കര സ്ട്രോങ് ആണ്, ബോൾഡായിട്ട് സംസാരിക്കുക. ഞങ്ങൾക്ക് പോലും അവള് പെൺകുട്ടിയാണ്, ഒരു പ്രൈഡായിട്ട് കൺസിഡർ ചെയ്യാൻ. സഫ്രീൻ എന്ന് പറയുന്നത് നമ്മള് ചപ്പൂന്ന് വിളിക്കുക, അളിയെന്ന് വിളിക്കും, ചപ്പൂന്ന് വിളിക്കും. പിന്നെ പുതുനാരത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഡോൺ തന്നെയാണ് ചപ്പു പറയാ. എന്താന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വിരുന്നുണ്ടി പോയി കഴിഞ്ഞാൽ പറഞ്ഞാൽ ചാർജറൊന്നും നമ്മുടെ ഉണ്ടാവില്ല. ചിലപ്പോൾ പിന്നെ വരുന്നുണ്ടാവും, ചെക്കന്മാർ വരുന്നുണ്ടാവും കുറേ പേര് ചാർജർ മറ്റേതും കൊണ്ടൊക്കെ. ഒരു ബോയ്സിന്റെ കംപ്ലീറ്റ് ബോയ്സ് ടൈപ്പാണ് ആള്. പിന്നെ നമുക്കൊരു അളിയെന്നുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ആ വീട്ടിൽ കയറിയിട്ട് ആ ഒരു കുറവ് നമുക്കത് തീർന്നുണ്ടാവും. நாங்கள் ஆக்சுவலாக அவளை பாயினே தான் நாங்கள் சொல்லுவோம். இப்போ வந்து ஒரு பொண்ணாக ஒரு ப்ரைடாக பார்க்கும்போது எங்களுக்கே வந்து டிஃப்ரெண்ட்டாக இருக்குது. நிறைய சங்கடம் இருக்குது. நீ ரொம்ப லாங்காக போகிறா. ஸோ நாங்கள் நிறைய மிஸ் பண்ணுறோம். ஹாப்பி மேரிட் லைஃப் சப்போ. ഭയങ്കര എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അവരെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അവർ സാധിച്ചു തന്നിട്ടേ ഉള്ളൂ. എനിക്ക് വേണ്ടി ബെസ്റ്റ് ആയിട്ട് ഒരാളെ തന്നെ കണ്ടു. താങ്ക് യു സോ മച്ച് ഫോർ മൈ ഫാമിലി ടു അണ്ടർസ്റ്റാൻഡ് മീ ആൻഡ് അവർ. സ്നേഹം മാത്രം അതെ. ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാണ് ഞങ്ങള് തുടങ്ങിയത്. നമ്മള് ആ ഒരു ഇഷ്ടം പറഞ്ഞ സമയത്ത് നമുക്ക് നോക്കാം, ഇൻഷാ അല്ലാഹ് വീട്ടുകാർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നോക്കാം എന്ന് പറഞ്ഞു. ദാറ്റ് ഇൻഷാ അല്ലാഹ് ടേൺസ് ടു അൽഹംദുലില്ലാ. ചപ്പു എന്ന് പറയുമ്പോൾ ചപ്പുവിന്റെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാത്തിനും എന്തുണ്ടെങ്കിലും നമുക്കിങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ഒരു ശരിക്കും പറഞ്ഞ ഒരു പ്രോബ്ലം സോൾവർ ആണ് നമ്മുടെ ഫാമിലിയിൽ. അങ്ങനെ ചപ്പുവിന്റെ കല്യാണമാണ്, നമുക്ക് അടിച്ചു പൊളിക്കാം. तेरे लिए कर जावा प्रीत ये तेरी ऐसी लगी जो मन को कुछ ना भावे। हाय सुध बुध खो के दिल ये मेरा पल पल क्यों घबरावे।
ശരിക്കും ഞാൻ നിന്നെ മിസ് ചെയ്യും, നല്ലോണം മിസ് ചെയ്യും. ഇനി പഴയ പോലെയല്ല, ഏത് പാതിരാത്രിയിലും വിളിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹാപ്പി മാരീഡ് ലൈഫ്. ഞാൻ നിന്നെ നല്ലോണം മിസ് ചെയ്യും, നല്ലോണം. എന്റെ മാനേജിങ് സിസ്റ്റം എന്ന് പറയണത് ഇക്കോ ആണ്. ഇക്കോ ഇല്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ ഇക്കോ ഇല്ല. അല്ലേ ഇക്കോ? അതെ, അത്രേ ഉള്ളൂ.